യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്കായി ശമൂവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് ധ്വനിപ്പിക്കുന്നതായ ഒരു വേദഭാഗമാണ് നാം ഇന്നിവിടെ വായിച്ചത്. ദൈവത്തിൻ്റെ വചനവും ദർശനവും. ഈ അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ പറയുന്ന ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും പഴയ നിയമകാലത്ത് മാത്രമല്ല, ഇന്ന് പുതിയ നിയമകാലത്തും ഇത് രണ്ടും വളരെ ആവശ്യമുള്ള ഒരു സന്ദർഭമാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനം അതുപോലെ ദർശനവും ഒരേപോലെ ആവശ്യമായതാണ്. ഈ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഇല്ലായിരുന്നു. താഴോട്ടുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ എങ്ങനെ ദർശനവും യഹോവയുടെ വചനവും പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളത് ശമൂവേൽ ബാലൻ്റെ ആ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശമൂവേൽ ബാലന് ഏകദേശം 12 വയസ്സുള്ള സമയത്താണ് താൻ ഈ ദർശനം കാണുകയും അതുപോലെ തന്നെ യഹോവയുടെ വചനം കേൾക്കുകയും ചെയ്തതെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. 2-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ആ കാലത്ത് ഒരിക്കൽ അന്നത്തെ പുരോഹിതനായ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി, കാൺമാൻ വഹിയാതവണ്ണം അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. പക്ഷേ ഏലിയുടെ മുമ്പാകെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിതനായ ശമൂവേൽ എന്ന ഈ 12 വയസ്സുകാരൻ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പ് ചെന്ന് കിടന്നു. ദർശനവും യഹോവയുടെ വചനവും പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ ശമൂവേലിൻ്റെ സമീപനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏലി തൻ്റെ സ്ഥലത്ത് തൻ്റെ റൂമിൽ കിടന്നുറങ്ങിയപ്പോൾ ശമൂവേൽ ബാലൻ എവിടാണ് ചെന്ന് കിടന്നത്? ശമൂവേൽ ബാലൻ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ശമൂവേൽ എന്താണ് ചെയ്തത്? ശമൂവേൽ ദൈവത്തോട് അടുത്തു ചെന്നു, ദൈവ മന്ദിരത്തിലേക്ക് ചെന്നു. ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പ് അവൻ ചെന്ന് കിടന്നു. കൃത്യനിഷ്ഠ ശമൂവേലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 4, 5, 6 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ശമൂവേലിനെ വിളിച്ചു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ദൈവം വിളിച്ചപ്പോൾ അവൻ 2 പ്രാവശ്യവും ഓടിച്ചെന്നത് ഏലിയുടെ അടുക്കലേക്കാണ്, അന്നത്തെ പുരോഹിതനായ ഏലിയുടെ അടുക്കലേക്ക്. ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, നീ പോയി കിടന്നു എന്നവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. എന്നാൽ 3-ാം പ്രാവശ്യം യഹോവയായ ദൈവം ശമൂവേലിനെ വിളിച്ചപ്പോൾ വീണ്ടും ഏലിയുടെ അടുക്കൽ ചെന്നപ്പോൾ ഏലിക്ക് മനസ്സിലായി, ഇത് യഹോവ ശമൂവേലിനെ വിളിക്കുന്നതാണ്. കാരണം ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിനടുക്കിലേക്ക് ചെല്ലുന്നവരെ ദൈവം വിളിക്കുക തന്നെ ചെയ്യും. ദൈവം തന്നെ ദർശനം കൊടുക്കും. ദൈവം തന്നെ അരുളപ്പാട് അവരെ അറിയിക്കും. നോക്കിക്കേ, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായും ദർശനം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദർശനം പ്രാപിക്കാനും ദൈവവചനം കേൾക്കുവാനും ഒരു 12 വയസ്സുകാരന് കഴിഞ്ഞെങ്കിൽ, ഇന്നും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഒരുവനോട് ദൈവം സംസാരിക്കും. ദൈവം തന്നെ ദർശനം അവരിൽ പകർന്നു കൊടുക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ദൈവവചനം പ്രാപിക്കുവാൻ, ദൈവിക ദർശനങ്ങൾ കാണുവാൻ, ജീവിതത്തിൽ ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുവാൻ നമ്മളെവരെയും ദൈവം സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗപിതാവേ, ഈ കേൾപ്പിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവത്തോട് അടുത്തു ചെല്ലുവാനും, ദൈവത്തിൻ്റെ വിളി കേൾക്കുവാനും, ദൈവശബ്ദം കേൾക്കുവാനും, ദൈവിക ദർശനം കാണുവാനും അങ്ങയുടെ മക്കളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ആൾ.